ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? ആ, എല്ലാവരും ഹെൽത്ത് കെയർ ജോബൊക്കെ സെർച്ച് ചെയ്യുന്നവരൊക്കെ വീഡിയോ കാണണം. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം പിന്നെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് CSSD ടെക്നീഷ്യൻ ആൻഡ് CSSD സൂപ്പർവൈസേഴ്സിൻ്റെ പിന്നെ വേക്കൻസി ജസീന ഹ്യൂമൻ റിസോഴ്സ് പബ്ലിഷ് ചെയ്തത്. ആ വേക്കൻസി ഇതുവരെയും ഫില്ലായിട്ടില്ല കേട്ടോ. അവർ ഇന്നും അതിൻ്റെ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വെബ്സൈറ്റിലുണ്ട് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനർത്ഥം അവർക്കതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടാത്തത് കൊണ്ടാണ് അവർ പിന്നെ ഇല്ലെങ്കിൽ നഴ്സസിൻ്റെയൊക്കെ വേക്കൻസി ഇട്ട് 2 ദിവസം കൊണ്ട് അത് അവർ ക്ലോസ് ആവും സാധാരണ. അപ്പോൾ ഇത് അവർ വീണ്ടും റീപബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത് വേക്കൻസി എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമദ് ഹോസ്പിറ്റലിലേക്കാണ്. CSSD ടെക്നീഷ്യനൊക്കെ 6 മാസത്തെ കോഴ്സ് മതി അതിൻ്റെ റിക്വയർമെൻറ്റ്സ്. എക്സ്പീരിയൻസ് ആണ് പ്രധാനമായിട്ട്. 3 വർഷത്തെ CSSD ടെക്നീഷ്യനായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് QCHP ലൈസൻസ് എടുക്കാൻ ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ആരെങ്കിലുമൊക്കെ CSSDയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സിൻ്റെത് ബാച്ചിലർ ഡിഗ്രി ഇൻ CSSD ആണ്, പ്ലസ് 5 years എക്സ്പീരിയൻസ്. ഇതാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അവർ അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അഹമ്മദിലേക്കാണ്. അടിപൊളി സാലറിയൊക്കെ ആയിരിക്കും. അപ്പോൾ നല്ല സെക്യൂർ ജോബാണ്. ജസീന ഹ്യൂമൻ റിസോഴ്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കുക. ഇനി അത് കണ്ടില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ അതിൻ്റെ ലിങ്ക് ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് പറയാനുള്ള വേറൊരു അപ്ഡേറ്റാണ്. ഇന്നലെ ഞാൻ റീൽസ് ഇട്ടായിരുന്നു, ഒരു ടീച്ചേഴ്സ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ ഖത്തർ എനർജിയാണ്, ഖത്തർ പെട്രോളിയത്തിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ. അവർ അതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും അവരതിന് പറയുന്നില്ല. എന്നാലും ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, പ്ലസ് സ്കൂളിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ടീച്ചേഴ്സ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അതെന്താണ്, കുട്ടികളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനും പ്ലസ് അവരുടെ ഇതിന് പഠിക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. സ്കൂളിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക്, നല്ല കമ്മ്യൂണിക്കേഷനുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യുക, അത് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതിൻ്റെ വാട്സപ്പ് നമ്പറും ഉണ്ട്. അതിൻ്റെ വാട്സപ്പ് നമ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ നോട്ട് ചെയ്തോ, 9747700604. ഇതാണ് അതിൻ്റെ വാട്സപ്പ് നമ്പർ. അതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് CV ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മെയിൽ ഐഡിയും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ വേണ്ടവർ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിൻ്റെ ലിങ്ക് ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ വേറൊരു വേക്കൻസി ഇന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ളത് മലയാളം ടീച്ചറിൻ്റെയാണ്. മലയാളം ടീച്ചറിൻ്റെ വേക്കൻസി ഇട്ടിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സ്കോളേഴ്സ് സ്കൂളാണ്. ഖത്തറിലുള്ള സ്കോളേഴ്സ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് മലയാളം ടീച്ചേഴ്സിൻ്റെ വേക്കൻസി അവരിട്ടിരിക്കുന്നത്. അതിന് ഈ പറഞ്ഞതുപോലെ തന്നെ ആണ്. പിന്നെ ബാച്ചിലർ ഡിഗ്രി പ്ലസ് BEd. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ബേസിക് ക്വാളിഫിക്കേഷൻ ഇത് തന്നെയാണ് വേണ്ടത്, റിക്വയർമെൻറ്റ്സ് വേണ്ടത്. അതായത് ബാച്ചിലർ ഡിഗ്രി പ്ലസ് BEd പ്ലസ് 1 year എക്സ്പീരിയൻസ് ഇവർ ഇതിനകത്ത് ചോദിക്കുന്നുള്ളൂ കേട്ടോ, മലയാളം ടീച്ചർക്ക്. അപ്പോൾ മലയാളത്തിലൊക്കെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, BEd കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, ഖത്തറിലുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്താൽ അവർക്ക് കിട്ടാൻ പറ്റുന്ന പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സ്കോളറാണ്, സ്കോളേഴ്സ് സ്കൂള്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ പിന്നെ ഫാമിലി വിസയിലോ അല്ലെങ്കിൽ ഫ്രീ വിസയിലൊക്കെ വന്നിട്ട് ജോലി നോക്കുന്ന നേഴ്സസ് ഉണ്ടാവുമല്ലോ. അവരിവിടുത്തെ QCHP ലൈസൻസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ ജോലി അന്വേഷിച്ച് വന്ന് ആരെങ്കിലും നേഴ്സുമാരൊക്കെ ജോലി അന്വേഷിച്ച് ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണ്. എന്താണെന്നറിയോ, ട്രെയിനി ആയിട്ട്, നേഴ്സ് ട്രെയിനി. അത് ഇട്ടിരിക്കുന്നത് ഡോക്ടർ കുട്ടീസ് മെഡിക്കൽ സെൻ്ററാണ്. നമ്മുടെ മലയാളി ക്ലിനിക്കാണത്. ഡോക്ടർ കുട്ടീസ് മെഡിക്കൽ സെൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ സെൻ്ററിലാണ് അവരത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, നേഴ്സ് ട്രെയിനി. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുണ്ടാവണം, അതുപോലെ തന്നെ നാട്ടിലെ ലൈസൻസ് ഉണ്ടാവണം, അതുപോലെ തന്നെ നാട്ടിൽ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസും വേണം. അപ്പോൾ അങ്ങനെ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ്, ഡാറ്റ ഫ്ലോ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഇവിടുത്തെ ലൈസൻസ് QCHP ലൈസൻസ് ഒന്നും എടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ നേഴ്സ് ട്രെയിനി. സാലറി ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ട്രെയിനിങ്ങിന് കയറിയ നല്ല ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ലൈസൻസ് പ്രോസസ്സ് ചെയ്യാം.
അപ്പോൾ എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇവാലുവേഷൻ വരെ കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനി ലൈസൻസ് എടുത്ത് തരും അവർ. അങ്ങനെയാണ് നോർമലി ഹോസ്പിറ്റലിലേക്ക് ട്രെയിനി ആയിട്ട് കയറുമ്പോൾ. അത് കഴിയുമ്പോൾ നമുക്ക് QCHP ലൈസൻസ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇവർ പറയുന്നില്ല, പക്ഷേ അവർ ലൈസൻസ് പ്രോസസ്സ് ചെയ്ത് തരും. അതുകൊണ്ടാണല്ലോ അവർ ട്രെയിനി എന്നുള്ളത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നേഴ്സ് ട്രെയിൻ ഇവിടെ BSc നഴ്സിംഗ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കുക, അപ്ലൈ ചെയ്യുക കേട്ടോ, ഡോക്ടർ കുട്ടീസ് മെഡിക്കൽ സെൻറ്റർ. അപ്പോൾ ജോലി അന്വേഷിക്കുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക, വിൻ ചെയ്യുക, എൻജോയ് ചെയ്യുക. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.